വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ കിങ് ഓഫ് ഫോൺസ്, 2 ഓഫ് ഫോൺസ്, ഏസ് ഓഫ് കപ്സ്, ടവർ മൂവ്മെൻറ്റ്, സ്ട്രെങ്ത് കാർഡ്, ലവേഴ്സ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് ഫോൺസ് ആൻഡ് സ്ട്രെങ്ത് കാർഡ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പല കാര്യങ്ങളിലും കുറച്ചധികം നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, മാനസികമായിട്ടുള്ളൊരു സംഘർഷം, അതുപോലെ നിങ്ങളൊരു ദുർഘടാവസ്ഥയിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ എങ്ങനെ തടുത്തു നിർത്തും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളൊരു ടെൻഷൻ താങ്കളുടെ മൈൻഡിൽ ഒത്തിരി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു സമയമാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഉൾഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അകാരണമായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പേഴ്സണൽ ബൗണ്ടറീസ് വെക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലാകുമ്പോൾ നമ്മളറിയാലോ ആ സിറ്റുവേഷൻസ് പലരോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്ത് നിങ്ങൾ കരുതുന്ന ആളുകളോട് സംസാരിക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെ അഡീഷണലായിട്ട് നിങ്ങളുടെ ഇപ്പോൾ അധികം വലിയ അടുപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവരോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആരോടാണ്, എന്താണ് നിങ്ങളുടെ സങ്കടങ്ങൾ, എന്താണ് പോയി പറയുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഒന്ന്, ഈ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നുന്നുണ്ടാവില്ല. അതൊരു കഥ പോലെ, അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്ന പല അപകടങ്ങളും പല സിറ്റുവേഷൻസും കേൾക്കുമ്പോൾ നമ്മൾ കേട്ടുപോലെ ന്യൂസ് പോലെ അതുപോലെയാണ് അവർ കണ്ടുപോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മറ്റൊരാളോട് പറയാം, അത് ചിലപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും എത്താം. അതുകൊണ്ട് ഒരു സഹതാപം, ചില ആളുകൾ സഹതാപം കിട്ടുമെന്നുള്ളൊരു വിചാരത്തിലായിരിക്കും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഗുണമൊന്നുമില്ല, അങ്ങനെ സഹതാപമൊന്നും അല്ല വരുന്നത്, അവരൊരു പുച്ഛമാണ് അവരിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരോടാണോ തുറന്ന് സംസാരിക്കുന്നത്, നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ആത്മമിത്രമോ ഒക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്ത്, അതായത് ആരോഗ്യം, വളരെയധികം ശരീരപുഷ്ടി, ആരോഗ്യം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരോഗ്യം പരമായിട്ട് എന്തെങ്കിലുമൊക്കെ അമിതമായിട്ടുള്ള ക്ഷീണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിലും എന്താണ്, ഒരു കോംപ്രമൈസ്, ചില കാര്യങ്ങളിൽ കോംപ്രമൈസിലേക്ക് പോകാമെന്ന് ചിന്തിക്കും. അതായത് നിങ്ങൾ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ പക്ഷേ ഒരു കോംപ്രമൈസ്, ആ കോംപ്രമൈസ് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് പോകാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് പോകാതിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി സാധ്യതകളുള്ളൊരു സമയമാണ്. മോട്ടിവേറ്റഡ് ആയിട്ട് ബിസിനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ, കാരണം ജീവിതത്തിൽ ഈ പ്രശ്നം കാരണം നിങ്ങൾ കരിയറിലോ ബിസിനസ്സിലോ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതൊരു സൈഡിലായിട്ട് അങ്ങനെ നടക്കും. പക്ഷേ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് മേഖലകളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കരിയറിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യാത്രകൾക്കുള്ള സമയമാണ്, ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പലതരത്തിലുള്ള ആളുകളെ, അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. യാത്രകൾക്കുള്ള അവസരമുണ്ട്. ജോലി സംബന്ധമായിട്ട് കരിയർ ബിസിനസ്സൊക്കെ ആയിട്ട് ഒത്തിരി യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. യാത്രകൾക്കുള്ള അവസരങ്ങൾ ഒഴിവാക്കാതിരിക്കുക. കാരണം യാത്രകൾ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഈ ഒരു മാസം. യാത്രകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലായിരിക്കും ഓരോരുത്തരെയും സംബന്ധിച്ചും. യാത്രയിൽ പരിചയപ്പെടുന്ന ഒരു വ്യക്തി മുഖേന ആയിരിക്കാം, അല്ലെങ്കിൽ ആ യാത്രയിലൂടെ പോകുമ്പോൾ ചില സാഹചര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കായിട്ട് തോന്നുന്ന ഒരു ഗൈഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആളുകളിലൂടെ
അപ്പോൾ ആ ഒരു നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ റെഡിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്രയ്ക്ക് എന്ത് അവസരം കിട്ടിയാലും അത് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും നമുക്കൊരു മനസ്സിലൊരു വിഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം. ആ ലക്ഷ്യബോധം നമ്മൾ ആ ലക്ഷ്യബോധം വിട്ടിട്ട് അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊരു വിവാഹ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം പലരും ചില പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം കഴിയുമ്പോൾ ജോലി നിർത്തി, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊരു ത്രില്ല്, അപ്പോൾ വിവാഹത്തിന് മുമ്പ് വരെ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും എല്ലാവരും, അല്ല ചുരുക്കം ചില ആളുകൾ. അപ്പം അത് കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ ആ പുതുമോടിയിലൊക്കെ ജോലിയിലേക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജോലി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സമൂഹത്തിലേക്കായിരിക്കും നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഇതും അപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള ഒരു പുതുമോടിയുടെ ഒരു ആനന്ദമൊക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരേ സമയം ഫാമിലിയും കരിയറും കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഒരു കാരണവശാലും കരിയർ സെക്കൻഡിലേക്ക് മാറ്റി നിർത്താതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കരിയറിലും നല്ലൊരു കാരണം നിങ്ങൾ വിവാഹം കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി വളരെ സപ്പോർട്ടീവായിരിക്കും. ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകളാവാം. അപ്പോൾ അങ്ങനെ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നിങ്ങളുടെ പാർട്ട്ണർ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാണിക്കുന്നത്. അത് പുതുമോടിയാണെങ്കിലും ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അടുത്ത കാലത്തൊക്കെ നിങ്ങൾക്ക് ചില ചെറിയ തോന്നലുകൾ ഉണ്ടാവും, ഹസ്ബൻഡും വൈഫോ നിങ്ങളുടെ സ്പൗസ് സപ്പോർട്ടീവ് അല്ല എന്നുള്ളത്. അതൊക്കെ മാറുന്നുണ്ട്. വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് നിങ്ങളുടെ ലൈഫിൽ ഹസ്ബൻഡോ വൈഫോ ആകാം. അപ്പോൾ ഈ ഒരു ജോലിയും ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്. ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ സ്പൗസ് രണ്ടുപേരും വളരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയും ഒരേ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നെക്സ്റ്റ് ലവേഴ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ, നമ്മൾ പറയുമല്ലോ രണ്ട് പോൾസിൽ പോലെയാണ്. ഈ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തമ്മിലാണ് കൂടുതലും നല്ലൊരു, കാരണം രണ്ട് തരത്തിലുള്ള രീതിയിൽ ഓരോ സിറ്റുവേഷനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങളും എടുക്കാൻ പറ്റും. അത് നിങ്ങളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ ഒരാളുടെ അഭിപ്രായം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എങ്കിൽ കുടുംബത്തിൽ അതൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യത്യസ്തയാണെന്നും രണ്ടും അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നല്ലൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു ജീവിതമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്, ലവേഴ്സ് എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതം നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ്, പ്രണയം, വിവാഹം ഇതൊക്കെ ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്നുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ചോയ്സ് തിരഞ്ഞെടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ലോങ് ടേമിലേക്കാണ്, അല്ലാണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവനും ആയിട്ടാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ വെയിറ്റ് ഫോർ ദ റൈറ്റ് പേഴ്സൺ. ഈ ഒരു വ്യക്തി ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ, ചില ആളുകൾ പല പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ വന്നിട്ടുള്ള പല തരത്തിലുള്ള ആളുകളുണ്ട്. അവരിൽ ചില ആളുകൾ വിവാഹമൊക്കെ തീരുമാനമായപ്പോഴാണ് മനസ്സിലായത് ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. പക്ഷേ വിവാഹം തീരുമാനം ആയല്ലോ, ഇനിയിപ്പോൾ വിവാഹം നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വിവാഹം നടത്തി എന്നുള്ളത്. വിവാഹം കഴിഞ്ഞിട്ടും ഇതേ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മാറുമോ എന്നുള്ള രീതി, അയാൾ മാറി വരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഓൾറെഡി അറിഞ്ഞിട്ട് വിവാഹത്തിന് കാശ് ചിലവാക്കും അല്ലെങ്കിൽ ചിലവായല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോകാമെന്ന്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സൗഹൃദങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ്. നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അഥവാ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത്രയും അടുത്ത സുഹൃത്താണെങ്കിൽ പ്രണയത്തിൽ മയങ്ങിപ്പോയിട്ട് അവരെ തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്താണ് അവർ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ
അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയായിട്ട് ഒരുമിച്ച് സമയം ചിലവഴിക്കുക, ഫാമിലിയുടെ കൂടെ ഇരിക്കുക, ഇതിനൊക്കെയുള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.